നമസ്കാരം. ഒന്നായ നിന്നൈഹ രണ്ടെന്നു കണ്ടളവിലുണ്ടായൊരിണ്ടൽബത മിണ്ടാവതല്ല മമ പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാവലികളുണ്ടാകയെങ്കലിഹ നാരായണായ നമ. നമ്മുടെ വേദാന്ത സത്യം തന്നെയാണ് ഈ എഴുത്തച്ഛൻ്റെ ഹരിനാമ കീർത്തനത്തിലെ 2-ാം ശ്ലോകത്തിൽ പറയുന്നതും. അതായത് ഒന്നായ നിന്നൈഹ, ഈ പ്രപഞ്ചത്തിലാകമാനം നിറഞ്ഞു നിൽക്കുന്ന, ചരാചരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നു മാത്രമേ ഉള്ളൂ എങ്കിലും രണ്ടെന്നു കണ്ടളവിലുണ്ടായൊരിണ്ടൽബത. പക്ഷേ എനിക്കിതെല്ലാം രണ്ടായിട്ടാണല്ലോ കാണുന്നത്. ഞാനും ഈ ലോകവും, ഞാനും ഈ വിഷയങ്ങളും എന്ന രണ്ടായിട്ടാണല്ലോ എനിക്ക് കാണുന്നത്. അങ്ങനെ കണ്ടതുകൊണ്ട് ഉണ്ടായ ഒരിണ്ടൽബത, കണ്ടതുകൊണ്ടുള്ള ഒരു ഇണ്ടൽബത എന്ന് പറഞ്ഞാൽ ദുഃഖവും ദുരിതവും. ഈ പ്രപഞ്ചത്തിൽ ഞാനും വിഷയവസ്തുക്കളെ പിറകിലെ പോയി എന്തൊക്കെ ദുരിതങ്ങളാണ് ഞാൻ അനുഭവിക്കേണ്ടി വരുന്നത്. അതെനിക്ക് പറയാൻ സാധ്യമല്ല. പറയാൻ പറ്റാത്ത അത്രയും ദുഃഖവും പ്രയാസങ്ങളുമാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ടേ കണക്കെ വരുവാൻ, പണ്ടത്തെ പോലെ ആ ബോധത്തിൽ തന്നെ തിരിച്ചെത്തിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ 2 ദുരിതങ്ങൾക്ക് കാരണമാകയാൽ ഞാൻ ആഗ്രഹിക്കുന്നത് ആ ബോധത്തിൽ തന്നെ എത്തിച്ചേരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ്. അപ്പോൾ അങ്ങനെ ആ ബോധത്തിൽ തന്നെ, എവിടെ നിന്നാണോ, ഏത് ബോധത്തിൽ നിന്നാണോ ഞാനും ഈ ലോകവും ഉണ്ടായിരിക്കുന്നത്, ആ ബോധത്തിൽ തന്നെ തിരികെ എന്നെ എത്തിക്കണമേ എന്നാണ് ഇത് ശ്ലോകത്തിൻ്റെ അർത്ഥം. വളരെ അർത്ഥവത്തായ നമ്മുടെ വേദാന്തത്തിൻ്റെ ഒരു സംഗ്രഹം തന്നെയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ശ്ലോകത്തെ വ്യാഖ്യാനം ചെയ്താൽ മനസ്സിലാകുന്നതാണ്. ഓക്കെ, താങ്ക് യു.